സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവിൻ്റെ ആ വലിയ കരുണ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് പകർന്നു തന്നവനാണ് യേശുനാഥൻ. തൻ്റെ ജീവിതത്തിലൂടെയും തൻ്റെ പ്രബോധനങ്ങളിലൂടെയും പിതാവായ ദൈവം എപ്രകാരമാണ് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് അവൻ കാണിച്ചു തരുന്നുണ്ട്. ഇന്ന് ഈ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ, ഇന്നേ ദിവസം മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാം എന്ന് അവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇതുതന്നെ പറഞ്ഞു. അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു, എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു, നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. സ്നേഹമുള്ളവരെ, ഈ വചനഭാഗത്തിലൂടെ യേശുനാഥൻ വളരെ വ്യക്തമായി പറയുകയാണ്, നമ്മളെല്ലാവരും ദൈവത്തെ അനുസരിക്കാം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ പ്രവൃത്തിയിൽ കൂടി അത് പ്രതിഫലിക്കണം. ഇവിടെ ഒന്നാമത്തെ മകൻ തൻ്റെ പിതാവ് മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകാം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും ഏതൊരു പിതാവിനെ സംബന്ധിച്ചും തൻ്റെ മകൻ അങ്ങനെയൊരു ഉത്തരം പറയുമ്പോൾ ഒത്തിരിയേറെ സന്തോഷം തോന്നും. കാരണം ഞാൻ പറഞ്ഞ വാക്ക് അനുസരിക്കുവാൻ തൻ്റെ മകൻ തയ്യാറായല്ലോ എന്നൊരു സന്തോഷമാണ് ആ പിതാവിൻ്റെ മുഖത്തുണ്ടാവുക. എന്നാൽ പിന്നീട് ആ പിതാവ് അറിയുകയാണ് തൻ്റെ മകൻ താൻ ഏൽപ്പിച്ച ആ ജോലിക്ക് പോയില്ല എന്ന്. ഒന്ന് കരുതി നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ആ പിതാവ് എത്ര അധികം വേദനിച്ചിട്ടുണ്ടാകും. ആദ്യമേ സന്തോഷിച്ച പിതാവ് പിന്നീട് വളരെയധികം വേദനിക്കുന്നതായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുക. കാരണം ആ പിതാവിന് ആ മകനോടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പറയുമ്പോൾ ആ പുത്രൻ അത് കൃത്യമായിട്ട് പാലിക്കും. ഞാൻ പറയുന്നത് കൃത്യതയോടുകൂടെ അവൻ ഏറ്റെടുക്കും. ആ ജോലി വളരെ മനോഹരമായി അവൻ ചെയ്യും എന്നൊരു പ്രതീക്ഷ ആ പിതാവിനുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ പ്രതീക്ഷയ്ക്ക് നേരെ വിപരീതമായി ആ മകൻ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും ആ പിതാവ് വേദനിച്ചിട്ടുണ്ടാകും. രണ്ടാമത്തെ മകനെ സംബന്ധിച്ച് ആ പിതാവിന് ആദ്യമേ വേദനയാണ് തോന്നുക. കാരണം ആ പിതാവ് ചോദിക്കുന്ന വേളയിൽ തന്നെ അവൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സില്ല എന്ന്. വളരെ ധാർഷ്ട്യത്തോടെ തൻ്റെ ഇടത്തോടെ തനിക്കത് ചെയ്യാൻ മനസ്സില്ല എന്ന് ആ മകൻ പറഞ്ഞപ്പോൾ തൻ്റെ മകൻ തനിക്ക് യാതൊരു വിലയും നൽകുന്നില്ലല്ലോ എന്ന ഒരു ചിന്തയായിരിക്കും തീർച്ചയായും ആ പിതാവിൻ്റെ മനസ്സിലേക്ക് ആദ്യമേ കടന്നു വരിക. ഞാൻ എൻ്റെ മകനെ ഓമനിച്ച് വളർത്തി അവന് ആവശ്യമായതെല്ലാം നൽകി
എന്നിട്ടും എൻ്റെ വാക്കിന് ഒരു വിലയും നൽകുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ തീർച്ചയായും ആ പിതാവിന് ആ മകനോട് വെറുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ആ പിതാവിൻ്റെ പ്രതീക്ഷകൾക്ക് നേരെ വിപരീതമായിട്ടാണ് ആ മകൻ പ്രത്യുത്തരം നൽകിയത്. എനിക്ക് മനസ്സില്ല, അവൻ്റെ മുഖത്ത് നോക്കി തന്നെ അവൻ അങ്ങനെ പറയുമ്പോൾ എന്തുമാത്രം ധാർഷ്ട്യമായിരിക്കും ആ മകൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ പിന്നീട് ആ മകൻ തന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്, എന്നാലും എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഒത്തിരിയേറെ അധ്വാനിച്ചു, ഇതിനു മുമ്പ് ഒരിക്കലും പോലും എന്നോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ ആവശ്യപ്പെട്ട വേളയിൽ എൻ്റെ പ്രതികരണം അത്ര ശരിയായില്ല എന്ന് ആ മകന് തോന്നിയപ്പോഴാണ് ആ മകൻ പശ്ചാത്തപിച്ച് എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് പോലും തന്നെ ഏൽപ്പിച്ച ആ ജോലി ചെയ്യുവാൻ തയ്യാറാക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു ഉപമയിലൂടെ യേശുനാഥൻ യഹൂദരെ പഠിപ്പിക്കുകയായിരുന്നു. യഹൂദരെ സംബന്ധിച്ച് അവർ ഒത്തിരിയേറെ പ്രിവിലേജുള്ള പീപ്പിളാണ്. കാരണം പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ ജനത എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ദൈവത്തിന് പ്രത്യേകമായൊരു പരിഗണന ഇപ്പോഴും തൻ്റെ ജനത്തിനോടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ, പിതാവിൻ്റെ ആ ധാരണകൾ എല്ലാം തെറ്റായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു യഹൂദരുടെ ജീവിതം. പലപ്പോഴും അവരുടെ നന്മയ്ക്ക് വേണ്ടി നൽകിയ കൽപ്പനകൾ പോലും അവർ കൃത്യമായി പാലിക്കാതെ, അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോഴും അവർക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോഴും അത് തിരിച്ചറിയാൻ തയ്യാറാകാതെ വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോയപ്പോഴും ആ പിതാവ് ഒത്തിരിയേറെ വേദനിച്ചു. ഇത് എൻ്റെ ജനമാണ് എന്ന് അഹങ്കരിച്ച ആ പിതാവിന് പിന്നീട് വേദനിക്കേണ്ടതായിട്ട് വന്നു. പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കുക. ആ പിതാവ് തൻ്റെ ആദ്യ മകനോട് പറഞ്ഞ ഒരു അവസ്ഥയാണ്. ആദ്യ മകനോട് പറയുമ്പോൾ അവൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ പിതാവ് ഒത്തിരിയേറെ സന്തോഷിച്ചതാണ്. പക്ഷേ പിന്നീട് സംഭവിച്ചത് എന്താണ്? അവൻ പോയില്ല, മാത്രമല്ല ആ പിതാവിൻ്റെ വാക്ക് ധിക്കരിച്ചു. അതേ അവസ്ഥ തന്നെയാണ് പിന്നീട് നമ്മളും കാണുന്നത്. യേശുനാഥൻ ഇതെല്ലാം പറഞ്ഞപ്പോൾ യഹൂദർ തീർച്ചയായും യേശുവിനെതിരെ പിറുപിറുത്തിട്ടുണ്ടാകാം. കാരണം അവർക്ക് മനസ്സിലായി ഇവൻ നമ്മളെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. വളരെ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന്. അത്ര കഠിനമായി പ്രതികരിക്കുന്ന യേശുവിനെയാണ് നമുക്കിവിടെ കാണുക. രണ്ടാമത്തെ മകൻ തീർച്ചയായും ചുങ്കക്കാരും വേശ്യകളുമാണ്. കാരണം ആദ്യമേ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അനുതപിച്ച് തിരികെ വരുവാൻ അവർ തയ്യാറാകുന്നുണ്ട്. പിതാവായ ദൈവം അവർക്ക് കൽപ്പനകൾ നൽകിയിട്ടും ആദ്യം അതനുസരിക്കുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ വിജാതീയർ പിന്നീട് വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ പിതാവായ ദൈവം നൽകിയ കൽപ്പനകളെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ അവർ തയ്യാറായി. തങ്ങളുടെ ജീവിതം മുഴുവൻ തെറ്റാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവത്തിൽ മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ജീവിതമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പുതിയൊരു സൃഷ്ടിയായി മാറുവാൻ അവർ തയ്യാറായി. പിന്നീട് ആ ഒരു പഴയ ജീവിതത്തിലേക്ക് അവർ ഒരിക്കലും തിരികെ പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കില്ല. പ്രിയമുള്ളവരെ, അവിടെയാണ് ചുങ്കക്കാരും വേശ്യകളും എങ്ങനെയാണ് ആദ്യം സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയുക. അതിന് ഒറ്റ ഒരു കാരണം മാത്രമേ ഉള്ളൂ, ശരിയായ അനുതാപം. നമ്മുടെ ജീവിതത്തിലും തിരികെ കർത്താവിലേക്ക് കടന്നു വരുവാൻ നാം ഓരോരുത്തരും തീരുമാനമെടുത്താൽ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക, അതിന് ഒരു കീവേഡ് ഉള്ളൂ, അനുതാപം എന്നുള്ളത്. ഞാൻ അനുതപിച്ച് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ വരുവാൻ തയ്യാറായാൽ പിന്നെ അവിടെ നമുക്ക് മറ്റൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, തീർച്ചയായും നാം സ്വർഗത്തിൽ പ്രവേശിക്കും. അതിനാൽ പ്രിയമുള്ളവരെ, ഈ വിജാതീയർ എപ്രകാരമാണോ യേശുവിൽ ശരണം വെച്ചത്, യേശുവിലേക്ക് തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചത്, യേശു നൽകിയ പ്രബോധനങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തത്, അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിനായിട്ട് സമർപ്പിക്കുവാൻ സാധിക്കണം.
അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുക. വിജാതീയന എന്ന് കരുതി മാറ്റി നിർത്തപ്പെട്ടവരെയാണ് പിന്നീട് ദൈവം ചേർത്ത് പിടിക്കുന്നത്. തൻ്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് വിജാതീയർക്കും രക്ഷയുണ്ട് എന്ന് ലോകം തിരിച്ചറിഞ്ഞത്. അതുവരെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിനെ മാത്രമാണ് ദൈവം സംരക്ഷിക്കുക എന്നൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിജാതീയരുമായി യാതൊരു തരത്തിലുള്ള സമ്പർക്കവും അവർ പുലർത്തിയിരുന്നില്ല. അവർ ഒരു സമൂഹത്തിലേക്കും അവർ സ്വീകരിച്ചിരുന്നില്ല. അവരോട് യാതൊരു തരത്തിലും അവർ സംഭാഷണം എന്ന് മാത്രമല്ല വ്യാപാരങ്ങളിൽ പോലും ഏർപ്പെടുവാൻ ആഗ്രഹിച്ചില്ല. അവരുടെ നേർച്ചകൾ പോലും ദേവാലയത്തിൽ ഭണ്ഡാരത്തിലിടുവാൻ അവർ ആഗ്രഹിച്ചില്ല. കാരണം അത് അശുദ്ധമാണ് എന്ന ഒരു കരുതൽ അവരുടെ ഇടയിലുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ധാരണകളെല്ലാം തെറ്റാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് യേശുനാഥൻ ഈ ലോകത്തിലേക്ക് വന്നത്. എന്നിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത എന്ന അവകാശപ്പെട്ട ആ യഹൂദൻ്റെ മുഖത്ത് നോക്കി യേശു പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് മുമ്പേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക ചുങ്കക്കാരും വേശ്യകളുമായിരിക്കുമെന്ന്. അതുപോലെ അവരെ സമൂഹത്തിന് മുമ്പിൽ അടിച്ചൊതുക്കിയ ഒരു പ്രസ്താവന നമുക്ക് കാണുവാൻ സാധിക്കില്ല. അവരുടെ അഹങ്കാരം അടിച്ചമർത്തുന്ന യേശുവിനെയാണ് നമ്മളവിടെ കാണുക. ഞങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണ്, അതിനാൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും രക്ഷയുണ്ട് എന്ന് കരുതിയ ആ സമൂഹത്തിൻ്റെ മുമ്പിൽ യേശുനാഥൻ അവരോട് വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ അബ്രാഹത്തിൻ്റെ മക്കൾ എന്ന് അവകാശപ്പെട്ടത് കൊണ്ട് കാര്യമില്ല, മറിച്ച് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അനുതപിക്കുക. പ്രിയമുള്ളവരെ, ആ ഒരു അനുതാപത്തിലേക്ക് കടന്നു വരുവാൻ നമുക്കൊരോരുത്തർക്കും സാധിക്കണം. അങ്ങനെയുള്ള ഒരു അനുതാപത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു വന്നാൽ തീർച്ചയായും നാം ഓരോരുത്തരും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കും. അതിന് നമ്മൾ യഥാർത്ഥ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കും. യഥാർത്ഥ ജീവിതം ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട ഒരു ജീവിതമാണ്. ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണോ നീ എങ്കിൽ പ്രിയമുള്ളവരെ, അവിടെ യഥാർത്ഥ അനുതാപം ഉണ്ടായിരിക്കും. കാരണം ക്രിസ്തുവിൽ നിന്ന് അകലുന്നത് അത്രയേറെ വേദനാജനകമായ ഒരു സംഭവമായി നമ്മുടെ ഹൃദയത്തിൽ ബോധ്യപ്പെടും. ഞാൻ ഏതെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ, ഞാൻ ദൈവത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ, ദൈവത്തിനെതിരെ സംസാരിക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വേദന അനുഭവിക്കുവാൻ എനിക്ക് സാധിക്കും. കാരണം എൻ്റെ ജീവിതം ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് പണിതുയർത്തിയതാണ്. അതിനാൽ പ്രിയമുള്ളവരെ, ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും പൂർണ്ണമായും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇനി ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിലൂടെ അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ ആ വലിയ കരുണ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകി അനുഗ്രഹിക്കണമേ. യഥാർത്ഥമായ ഒരു അനുതാപം ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് അങ്ങ് നൽകണമേ. നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,